9 മാസത്തിലേറെയായി ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3:30 ഭൂമിയിലെത്തും. ഫ്ലോറിഡ തീരത്താണ് സുനിതയെയും വിൽമോറിനെയും വഹിക്കുന്ന പേടകം പതിക്കുകയെന്ന് നാസ അറിയിച്ചത്. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും ഭൂമിയിൽ തിരിച്ചെത്തിക്കാൻ പുറപ്പെട്ട സ്പേസ് എക്സിന്റെ ഡ്രാഗൺ പേടകം ഞായറാഴ്ചയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനുമായി സന്ധിച്ചത്. ഡ്രാഗൺ പേടകത്തിൽ സ്റ്റേഷനിലെത്തിയ അമേരിക്കയുടെ ആനി മക്ലെയിൻ, നിക്കോൾ ഐസ്, ജപ്പാന്റെ താക്കുയ ഒനീഷി, റഷ്യയുടെ കിറിൽ പെസ്കോവ് എന്നീ ബഹിരാകാശ സഞ്ചാരികളെ സുനിത വില്യംസും സംഘവും സ്വീകരിച്ചു. ഈ ദൃശ്യങ്ങൾ നാസ പങ്കുവച്ചിരുന്നു. സുനിതയ്ക്കും വിൽമോറിനും ഒപ്പം അമേരിക്കയുടെ നിക് ഹേഗ്, റഷ്യയുടെ അലക്സാണ്ടർ ഗോർബുനേവ് എന്നീ ബഹിരാകാശ സഞ്ചാരികളും ഭൂമിയിലേക്ക് മടങ്ങുന്നുണ്ട്. ബഹിരാകാശത്ത് ഒന്നിലേറെ റെക്കോർഡുകൾ ഭേദിച്ചാണ് സുനിതയുടെ മടക്കം. കഴിഞ്ഞ വർഷം ജൂണിലാണ് സുനിത വില്യംസ് അടങ്ങുന്ന സംഘം ബോയിങ്ങിന്റെ സ്റ്റാർലൈൻ പേടകത്തിൽ ബഹിരാകാശത്തേക്ക് പോയത്. 10 ദിവസത്തെ ദൗത്യത്തിനായി ബഹിരാകാശ യാത്ര പോയ സംഘത്തിന്റെ മടക്കം പേടകത്തിലെ സാങ്കേതിക തകരാർ മൂലം നീണ്ടുപോകുകയായിരുന്നു. പലതവണ ഇരുവരെയും മടക്കിക്കൊണ്ടുവരാൻ നാസ ശ്രമിച്ചുവെങ്കിലും ഹീലിയം ചോർച്ച, ത്രസ്റ്റർ തകരാർ, സ്റ്റാർലൈൻ്റെ അപകട സാധ്യത എന്നിവ മുന്നിൽ കണ്ട് മടക്കയാത്ര നീട്ടിവെക്കുകയായിരുന്നു. ഒടുവിൽ സാങ്കേതിക തകരാർ പരിഹരിച്ച് സ്റ്റാർലൈൻ പേടകം തനിയെ ഭൂമിയിലെത്തിയിരുന്നു.